Hello everyone. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd and 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് ഐഡിയാസ് കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസ് എന്നുള്ള ടെക്സ്റ്റാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ അവസാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇനി എടുക്കാനുള്ളത്. ഇത് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഫസ്റ്റ് മൊഡ്യൂളിൽ. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് കണ്ടു നോക്കുക. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ്. Human rights are rights we have simply because we exist as human beings. They are not granted by any state. These universal rights are inherited to all, regardless of nationality, sex, national or ethnic origin, color, religion, language or any other status. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരായത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന റൈറ്റ്സിനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റ് നമുക്ക് അനുവദിച്ച് തരുന്നതല്ല, പകരം ജന്മന അല്ലെങ്കിൽ യൂണിവേഴ്സലി നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. അതിന് നാഷണാലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനോ കളറോ റിലീജിയനോ ഒന്നും ബാധകമല്ല. ഒന്നും നോക്കാതെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവർക്കും ഒരുപോലെ കിട്ടേണ്ടതാണെന്നാണ് പറയുന്നത്. ദേ റേഞ്ച് ഫ്രം ദി മോസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ലൈഫ് ടു ദോസ് വാട്ട് മേക്ക് ലൈഫ് വർത്ത് ലിവിങ് സച്ച് ആസ് ദി റൈറ്റ്സ് ടു ഫുഡ്, എഡ്യൂക്കേഷൻ, വർക്ക്, ഹെൽത്ത് ആൻഡ് ലിബർട്ടി. അപ്പോൾ അതിൽ വരുന്ന എന്തൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫുഡ്, എഡ്യൂക്കേഷൻ, വർക്ക്, ഹെൽത്ത്, അതേപോലെ സ്വാതന്ത്ര്യം, ലിബർട്ടി, ഇതിനൊക്കെയുള്ള അവകാശത്തിനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR adopted by the UN General Assembly in 1948 was the first legal document to set out the fundamental human rights to be universally protected. അപ്പോൾ UN General Assembly 1948 അഡോപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന UDHR ആണ് ആദ്യത്തെ ലീഗൽ ഡോക്യുമെൻറ്റ്. യൂണിവേഴ്സലായിട്ട് മൊത്തത്തിൽ ഇൻ്റർനാഷണലായിട്ട് എല്ലാവരുടെ ഹ്യൂമൻ റൈറ്റ്സും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിനുള്ള ഫസ്റ്റ് ഡോക്യുമെൻറ്റ്, ലീഗൽ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് UDHR ആണ്. ഇനി നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഫസ്റ്റ് വൺ ആണ് യൂണിവേഴ്സൽ ആൻഡ് ഇൻഅലീനിയബിൾ. ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സാലിറ്റി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈസ് ദി കോർണർ സ്റ്റോൺ ഓഫ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ. അപ്പം ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ട് കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റി ആണ്. എല്ലായിടത്തും ഏത് ഭാഗത്ത് ജീവിക്കുന്ന, ഏത് രാജ്യത്തിൽ എവിടെ ജീവിക്കുന്ന ആളാണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവർക്കും ഉള്ളതാണെന്നാണ്. ദിസ് മീൻസ് ദാറ്റ് വി ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു അവർ ഹ്യൂമൻ റൈറ്റ്സ്. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. They should not be taken away except in specific situations and according to due process. For example, the right to liberty may be restricted if a person is found guilty of a crime by a court of law. അപ്പം ചില സന്ദർഭങ്ങളിലല്ലാതെ അല്ലെങ്കിൽ ഡ്യൂ പ്രോസസ്സ് ഇല്ലാതെ ആ നിയമങ്ങളൊന്നും എടുത്തു മാറ്റാൻ പറ്റില്ല, ഒരു മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കോടതി ഒരാളെ കുറ്റക്കാരനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫ്രീഡം കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യും. അതുപോലെയുള്ള സന്ദർഭങ്ങളിലല്ലാതെ ഹ്യൂമൻ റൈറ്റ്സ് എടുത്തു മാറ്റാൻ വേണ്ടി പറ്റില്ല. ഇനി നെക്സ്റ്റ് ആണ് ഇൻഡിവിസിബിൾ ആൻഡ് ഇൻ്റർഡിപെൻഡൻറ്റ്. All human rights are indivisible and interdependent. This means that one set of rights cannot be enjoyed fully without the other. അപ്പം എല്ലാ റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് അനുഭവിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മേക്കിംഗ് പ്രോഗ്രസ് ഇൻ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് മേക്സ് ഇറ്റ് ഈസിയർ ടു എക്സസൈസ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. നമ്മൾ സിവിൽ റൈറ്റ്സിൻ്റെയും പൊളിറ്റിക്കൽ റൈറ്റ്സിൻ്റെയും അവകാശങ്ങളുടെയൊക്കെ കാര്യത്തിൽ പുരോഗതി കൈവരിക്കുന്ന സമയത്ത് നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള അവകാശങ്ങളൊക്കെയും നേടിയെടുക്കാനും അതുപോലെ തന്നെ അത് നടപ്പിൽ വരുത്താനും എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. തേർഡ് വൺ, ഈക്വൽ ആൻഡ് നോൺ discriminatory. Article 1 of UDHR states all human beings are born free and equal in dignity and rights. Freedom from discrimination set out in Article 2 is what ensures this equality. അപ്പം ആർട്ടിക്കിൾ 1 UDHRലെ ആർട്ടിക്കിൾ 1 പറയുന്നത് മനുഷ്യരെല്ലാവരും ഫ്രീ ആയിട്ടാണ് ജനിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അവകാശങ്ങളുടെ കാര്യത്തിൽ അവരെല്ലാവരും സമന്മാരാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രീഡം, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പേരിലുള്ള വേർതിരിവ് ഇല്ലാതിരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളത് ആർട്ടിക്കിൾ 2 പറയുന്നുണ്ട്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ദി സെൻട്രൽ തീം ഓഫ് 2 കോർ ഇൻസ്ട്രുമെൻറ്റ്സ്, ദ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദ കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൻ. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളും കൂടിയാണ് അതിൽ പറയുന്നത്. ഒന്ന്, റേഷ്യലിൻ്റെ പേര്, റേസിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതാക്കുക എന്നുള്ള രണ്ട് കാര്യം കൂടിയും അതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ബോത്ത് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, അവകാശങ്ങളും ബാധ്യതകളും. ഓൾ സ്റ്റേറ്റ്സ് ഹാവ് റെറ്റിഫൈഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി 9 core human right treaties as well as one of the 9 optional protocols. അപ്പോൾ എല്ലാ രാജ്യങ്ങളും
അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ റൈറ്റ് ട്രീറ്റിയിലെങ്കിലും 9 ഹ്യൂമൻ റൈറ്റ് ട്രീറ്റിയാണ് മൊത്തം ഉള്ളത്, അതിൽ ഒന്നിലെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് സ്റ്റേറ്റ്സ് ഹാവ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് അണ്ടർ ഇൻ്റർനാഷണൽ ലോ ടു റെസ്പെക്ട്, പ്രൊട്ടക്റ്റ് ആൻഡ് ഫുൾഫിൽ ഹ്യൂമൻ റൈറ്റ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ലോൻ്റെ കീഴിൽ മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ബാധ്യത സ്റ്റേറ്റ്സിന് ഉണ്ട്. ദ ഒബ്ലിഗേഷൻ ടു റെസ്പെക്ട് മീൻസ് ദാറ്റ് സ്റ്റേറ്റ് മസ്റ്റ് റിഫ്രൈൻ ഫ്രം ഇൻ്റർഫിയറിംഗ് ഓർ കർട്ടൈലിംഗ് ദ എൻജോയ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം സിറ്റിസൻസിൻ്റെ അവകാശങ്ങൾ അവർ എൻജോയ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുകയോ അതിൽ ഇടപെടുകയോ ചെയ്യരുത് എന്നുള്ളതാണ് സ്റ്റേറ്റിൻ്റെ ബാധ്യത എന്ന് പറയുന്നത്. Importance of human rights. Human rights are extremely important for the overall development of a country and individuals on a personal level. Human rights എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്, രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു സിറ്റിസൻ്റെ ഡെവലപ്മെൻറ്റിനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. If we took a look at the basic human rights, we see how the right to life, the right to practice any religion, freedom of movement and more. അപ്പം ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ഏത് മതം സ്വീകരിക്കാനുള്ള അവകാശം, എവിടുന്നെങ്കിലും ഒരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള അവകാശം, ഇതൊക്കെയും ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഈച്ച് റൈറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദി വെൽ ബീയിങ് ഓഫ് എനി ഹ്യൂമൻ. മനുഷ്യരുടെ നന്മയിൽ ഈ റൈറ്റ്സിനൊക്കെ, അവകാശങ്ങൾക്കൊക്കെയും മെയിൻ ആയിട്ടുള്ളൊരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. റൈറ്റ് ടു ലൈഫ് പ്രൊട്ടക്ട് ദ ലൈവ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പം റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം മനുഷ്യരുടെ ജീവിതത്തിനെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് എൻഷ്യൂർ നോ വൺ ക്യാൻ കിൽ യു. ആർക്കും ഒരാളെ കൊല്ലാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. ദ സേഫ് ഗാർഡ്സ് യുവർ പീസ് ഓഫ് മൈൻഡ്. അതുകൊണ്ട് തന്നെ ആരും നമ്മളെ കൊല്ലില്ല എന്നുള്ളൊരു സമാധാനം നമ്മുടെ മൈൻഡിന് കൊടുക്കുകയും ചെയ്യുന്നു. സബ്സിക്വൻ്റ്ലി ദ ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് റിലീജിയൻ അലൗസ് സിറ്റിസൺ ടു ഫോളോ എനി റിലീജിയൻ ദേ വിഷ്. മോറോവർ ഇറ്റ് ഓൾസോ മീൻസ് എനി വൺ ക്യാൻ തിങ്ക് ഫ്രീലി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു റിലീജിയൻ സ്വീകരിക്കാൻ, മതം സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു മതം ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചിന്തിക്കാനും, ചിന്തിച്ച് ശരിയായതെന്ന് തോന്നുന്നതിൽ ഉറച്ചു നിൽക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും കൺട്രീൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റിനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വൈ ആർ ഹ്യൂമൻ റൈറ്റ്സ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, മനുഷിക അവകാശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് എൻഷ്യൂർ പീപ്പിൾ ഹാവ് ബേസിക് നീഡ്സ് മെറ്റ്. ഫസ്റ്റ് വൺ എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യന് അവകാശങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്, ആവശ്യങ്ങളുണ്ടാവും. ഫുഡ്, വാട്ടർ, ക്ലോത്ത്, ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് ഉറപ്പുവരുത്തും എന്നാണ് പറയുന്നത്. അപ്പം ചില സമയത്ത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എത്തിക്കാൻ കഴിയാറില്ലെങ്കിൽ കൂടിയും ഒരു മനുഷ്യന് ഇത്തരം റൈറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയുന്ന സമയത്ത് അതിനുവേണ്ടി ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ചോദിക്കാനോ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് വൾനറബിൾ ഗ്രൂപ്പ്സ് ഫ്രം അബ്യൂസ്. ദുർബലരായിട്ടുള്ള ആളുകളെ മിസ്യൂസ് ചെയ്യപ്പെടുന്നതിൽ നിന്നൊക്കെയും ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് ഹോളോകോസ്റ്റിൻ്റെയും അല്ലെങ്കിൽ യുദ്ധങ്ങളുടെയൊക്കെ സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ദുർബലരാണ് എന്നതുകൊണ്ട് അവർ മിസ്യൂസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ വെറുതെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ എന്ത് ചെയ്യും? ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലാതാക്കും. അതുപോലെ തന്നെ ഇപ്പം ജൂയിഷ് പീപ്പിളിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ളവർ, ഇവരെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നതിൽ നിന്നൊക്കെ ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഹ്യൂമൻ റൈറ്റ്സ് എൻകറേജ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇങ്ങനെ മനുഷ്യന് അവകാശങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനും അതല്ലെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനും ഒക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും ധൈര്യവും ഒക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഹ്യൂമൻ റൈറ്റ്സ് ഗീവ് പീപ്പിൾ ദ ഫ്രീഡം ടു പ്രാക്ടീസ് ദെയർ റിലീജിയൻ. അവർ ഇഷ്ടപ്പെടുന്ന ഒരു മതം സ്വീകരിക്കാനും അത് പിൻപറ്റാനും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഹ്യൂമൻ റൈറ്റ്സ്, മനുഷിക അവകാശങ്ങൾ ഒരാൾക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഹ്യൂമൻ റൈറ്റ്സ് അലൗസ് പീപ്പിൾ ടു ലവ് ഹൂ ദേ ചൂസ്. അവരിഷ്ടപ്പെടുന്ന ഒരാളെ സ്വീകരിക്കാനും ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും സ്നേഹിക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ ഹ്യൂമൻ റൈറ്റ്സ് അവകാശം വകവെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളുകൾക്ക് മാത്രമല്ല, LGBTQ കമ്മ്യൂണിറ്റിയിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഒപ്രസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും അതിനെ സംരക്ഷിക്കുന്നുണ്ട് ഈ ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് എൻകറേജ് ഈക്വൽ വർക്ക് ഓപ്പർച്യൂണിറ്റീസ്. ഹ്യൂമൻ റൈറ്റ്സ് മനുഷിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവർക്കും ഒരുപോലെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതമാർഗം കണ്ടെത്താനും ജീവിതത്തിൽ അവരുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താനും ഒക്കെ ഈ മനുഷിക അവകാശങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ഗീവ് പീപ്പിൾ ആക്സസ് ടു എഡ്യൂക്കേഷൻ. മനുഷ്യന് ഒരു അവകാശം കൊടുക്കുന്ന സമയത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളത് കമ്പൽസറി ആവുകയും അങ്ങനെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റ്.
അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എൻവിയോൺമെൻറ്റിനെ സംരക്ഷിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ അവകാശമാണ് അവനക്ക് ക്ലീൻ സോയിൽ, ക്ലീൻ എയർ, ക്ലീൻ വാട്ടറൊക്കെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ടർ ക്ലീൻ ആവണമെങ്കിൽ, അതുപോലെ തന്നെ എയർ ക്ലീൻ ആവണമെങ്കിൽ ഒക്കെ എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ട് തന്നെ മനുഷ്യന് അവകാശം കൊടുക്കുന്ന സമയത്ത് എൻവിയോൺമെൻറ്റ് കൂടി സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. The Universal Declaration of Human Rights. The Universal Declaration of Human Rights, UDHR, is a milestone document in the history of human rights. മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരുന്നു UDHR അല്ലെങ്കിൽ The Universal Declaration of Human Rights എന്ന് പറയുന്നത്. Drafted by representatives with different legal and cultural backgrounds from all regions of the world. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എഴുതിയുണ്ടാക്കിയിട്ടുള്ളത്. ദ ഡിക്ലറേഷൻ വാസ് പ്രൊക്ലൈംഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇൻ പാരീസ് ഓൺ 10th December 1948. 1948 ഡിസംബർ 10 പാരീസിൽ വെച്ചിട്ടുണ്ടായിരുന്ന യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലിയിലാണ് ഇത് പ്രൊക്ലൈം അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് എ കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് ഫോർ ഓൾ പീപ്പിൾ ആൻഡ് ഓൾ നേഷൻസ്. എല്ലാ രാജ്യത്തിനും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. It sets out for the first time fundamental human rights to be universally protected, and it has been translated into over 500 languages. അപ്പം അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലോകത്ത് മുഴുവനായിട്ടും അനുസരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആദ്യത്തെ മാർഗരേഖയായിരുന്നു. അതുപോലെ തന്നെ അത് 500 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ പ്രിയാമ്പിളും പിന്നെ അതുപോലെ തന്നെ അതിലുള്ള ആർട്ടിക്കിൾസും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അതിൻ്റെ പ്രിയാമ്പിളും ആർട്ടിക്കിൾസും ഒക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ മൊത്തത്തിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് ഷെയർ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.